ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ പീജിയൻ ലവേഴ്സിനുള്ളതാണ്. ഇത്രയും മൊമെൻറ്റോസൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഗിഫ്റ്റ് ഷോപ്പിലാണെന്ന് കരുതുന്നുണ്ടാവും അല്ലേ? എന്നാലല്ല. ഇന്ന് നമ്മുടെ വടകരയിൽ ക്രിസ് അവന്യൂവിൽ വെച്ചിട്ട് VPFA അഥവാ വടകര പീജിയൻസ് ഫ്ലയേഴ്സ് അസോസിയേഷൻ്റെ 8ാം വാർഷികാഘോഷവും കൂടാതെ നിരവധി മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥ അവിടുത്തെ വിശേഷങ്ങളാണ്. പ്രാവ് വളർത്തൽ ഒരു ഹോബി എന്നതിലുപരി ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കിയ ഒരുപാട് സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ളൊരു സംഘടനയാണ്. പ്രായഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ ഒരുപാട് ആൾക്കാരെ ഇന്ന് അവിടെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ശരിക്കും വളരെ സന്തോഷം തോന്നി. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒട്ടനവധി പേർ ഈ ഒരു വേദിയിൽ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒന്നിച്ച് ആഘോഷിച്ച നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. ഒട്ടനവധി കലാകാരന്മാരുടെ പാട്ടുകളും എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളി ഫുഡായിരുന്നു. രാവിലത്തെ ചായ ആയിക്കോട്ടെ, ഉച്ചക്കത്തെ ഫുഡായിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും മാതൃക തന്നെയാണ് നമ്മുടെ VPFA എന്ന് പറയുന്നത്. കേവലം പ്രാവ് വളർത്തുക എന്നതിലുപരി ഇവർ ചെയ്യുന്ന ഈ ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പ്രാവിനെ വളർത്തുക, അല്ലെങ്കിൽ അതിനെ ഇങ്ങനൊരു എന്താ പറയുക, ഇത്രയും മണിക്കൂറുകൾ അതിനെ പറക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിക്കുക, അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ പോലും അത് പറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുകയാണ്. എത്രത്തോളം എഫേർട്ട് ഓരോരുത്തരും അതിനു വേണ്ടി ഇട്ടിട്ടുണ്ടായിരിക്കും, എത്രത്തോളം ക്ഷമ ഇവർക്കുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെ സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട്. എല്ലാവരും കാണണേ. താങ്ക്